Hi dear students, plus 1 zoology chapter ആയിട്ടുള്ള ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന പുതിയ ചാപ്റ്ററാണ് ഇന്നത്തെ പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ? അതായത് നാഡീയ നിയന്ത്രണവും ഏകോപനവും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് നാഡീവ്യവസ്ഥ, അതായത് ന്യൂറൽ സിസ്റ്റം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു നാഡീവ്യവസ്ഥ മനുഷ്യനിൽ, അതുപോലെ തന്നെ നാഡീകോശം ന്യൂറോൺ നമ്മുടെ നാഡീവ്യവസ്ഥയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് എന്ത്? ന്യൂറോൺ. അതിൻ്റെ സ്ട്രക്ചറും ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. അതിന് മുന്നായിട്ട് ചില ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിനകത്ത്, അതായത് ആന്തരസമസ്ഥിതി പാലനത്തിനായി നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളുടെയും അവയവ വ്യവസ്ഥകളുടെയും ഫങ്ഷൻ ഏകോപിപ്പിക്കേണ്ടതുണ്ട്, അല്ലേ? അപ്പോൾ രണ്ടോ അതിലധികമോ അവയവങ്ങൾ കൂടിച്ചേർന്ന് പരസ്പരം ഒരുപോലെ പ്രവർത്തിച്ച് അവയുടെ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന പ്രക്രിയയാണ് എന്ത്? കോർഡിനേഷൻ എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ പേശി പ്രവർത്തന നിരക്ക് കൂടുന്നതിൻ്റെ ഫലമായിട്ട് എനർജിയുടെ ആവശ്യം വർദ്ധിക്കുകയും അതുമൂലം ഓക്സിജൻ വിതരണം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ കൂടിയ അളവിൽ ഓക്സിജൻ ലഭ്യമാകുന്നതിനായി നമ്മുടെ ശ്വസന നിരക്കും ഹൃദയമിടിപ്പും വർദ്ധിക്കുകയും രക്തക്കുഴലുകളിലൂടെയുള്ള രക്തപ്രവാഹം കൂടുകയും ചെയ്യുന്നു. എന്നാൽ വ്യായാമം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ നാഡികൾ, അതുപോലെ തന്നെ ശ്വാസകോശം, ഹാർട്ട്, കിഡ്നി എന്നിവയുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് ക്രമേണ മടങ്ങി വരികയും ചെയ്യുന്നു. അതായത് വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ പേശികൾ, ശ്വാസകോശം, ഹാർട്ട്, രക്തക്കുഴലുകൾ, കിഡ്നി, മറ്റ് അവയവങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു കോർഡിനേഷൻ രൂപപ്പെടുന്നു. അപ്പോൾ ഈ ഒരു ന്യൂറൽ സിസ്റ്റത്തിൻ്റെയും എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെയും സംയുക്തമായി വിവിധ അവയവങ്ങളുടെ പ്രവർത്തനം അവ ഏകോപിക്കുന്നു, അല്ലേ? ആ പ്രവർത്തനത്തിന് ഒരു കോർഡിനേഷൻ ഉണ്ട്, അല്ലേ? അപ്പോൾ ഒന്നിൽ കൂടുതൽ അവയവം സിസ്റ്റം, ഒരു ഓർഗാൻ സിസ്റ്റം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇവയ്ക്ക് ഒരൊറ്റ സിസ്റ്റമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ന്യൂറൽ സിസ്റ്റത്തിലുള്ള പെട്ടെന്നുള്ള ഏകോപനത്തിന് സഹായിക്കുന്ന ഒരു സംഘടിതമായിട്ട് ഒരു നെറ്റ്വർക്ക്, ഫുൾ നെറ്റ്വർക്കായിട്ട് നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. അപ്പോൾ അന്തസ്രാവി വ്യവസ്ഥ, നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റം ഹോർമോണുകളിലൂടെ എന്ത് ഉണ്ടാക്കുന്നുണ്ട്? ഒരു കെമിക്കൽ കോർഡിനേഷൻ അവിടെ സാധ്യമാക്കുന്നു. സോ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രധാന ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഹ്യൂമണിലെ ന്യൂറൽ സിസ്റ്റം, അതുപോലെ തന്നെ നാഡീയ ഏകോപന പ്രക്രിയകൾ, അതായത് നാഡീയ ആവേഗങ്ങളുടെ പ്രസരണം, പിന്നെ സിനാപ്സിലൂടെയുള്ള ആവേഗങ്ങളുടെ പ്രേഷണം, റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ എന്നിവയാണ്. ഓക്കെ, സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്ക് പഠിക്കാനുള്ളത് ന്യൂറോൺ ആസ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ന്യൂറൽ സിസ്റ്റം. അതായത് ഈ ഒരു നാഡീവ്യവസ്ഥയിലെ ന്യൂറൽ സിസ്റ്റത്തിലെ ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ന്യൂറോൺ ആണ്, അല്ലേ? അപ്പോൾ എന്താണ് ന്യൂറോൺ? നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ന്യൂറോണുകൾ, അതായത് നാഡീകോശങ്ങൾ. അപ്പോൾ എല്ലാ ജീവികളിലെയും നാഡീവ്യവസ്ഥ, ഈ ഒരു ന്യൂറൽ സിസ്റ്റം നിർമ്മിതമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ന്യൂറോണുകൾ എന്നറിയപ്പെടുന്ന സവിശേഷമായ കോശങ്ങൾ ചേർന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവയ്ക്ക് വ്യത്യസ്ത തരം ഉദ്ദീപനങ്ങൾ തിരിച്ചറിയാനും സ്വീകരിക്കാനും കടത്തിവിടാനും കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നാഡീവ്യവസ്ഥ എന്നുള്ളത്, അതായത് ഈ മനുഷ്യനിൽ ധാരാളം ന്യൂറോണുകളുണ്ട്. ഏറ്റവും കൂടുതൽ ന്യൂറോൺ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ മസ്തിഷ്കത്തിലാണ്. ഓക്കെ, അപ്പോൾ ന്യൂറോൺസ് ആർ ദി സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ന്യൂറൽ സിസ്റ്റം.
ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഒരു ന്യൂറൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂറോൺ ആണ്. ഹ്യൂമൻ ന്യൂറൽ സിസ്റ്റം കണ്ടെയ്ൻസ് അറ്റ്ലീസ്റ്റ് 10 ബില്യൺസ് ന്യൂറോൺസ്. അപ്പോൾ മനുഷ്യനിലെ നാഡീവ്യവസ്ഥയിൽ ഏകദേശം 10 ബില്യൺ ന്യൂറോൺസ് ഉണ്ടാവും എന്നതാണ് പറയുന്നത്. ന്യൂറോൺ ഈസ് എ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ കമ്പോസ്ഡ് ഓഫ് 3 മേജർ പാർട്സ്, നെയിംലി സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ് ആൻഡ് ആക്സോൺ. ഇപ്പോൾ ന്യൂറോൺ എന്നുള്ളത് എങ്ങനെയാണ്? ഒരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറാണ്. അത്രയും ചെറുതാണ്. നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ നോക്കിയാലേ എന്ത് കാണത്തുള്ളൂ? ഈ ഒരു ന്യൂറോൺ കാണുന്നുള്ളൂ. അപ്പോൾ ന്യൂറോണിന് 3 മേജർ പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ് ആൻഡ് ആക്സോൺ. അപ്പോൾ സെൽ ബോഡി എവിടെയാണ്? എല്ലാവരും ഈ ഒരു ചിത്രം വരച്ച് പഠിക്കുക. പാർട്സുകളൊക്കെ ലാബിൽ ചെയ്യാനും പഠിക്കാം. അപ്പോൾ സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ് ആൻഡ് ആക്സോൺ, ഈ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ന്യൂറോണിൽ ഉള്ളത്. ഇതിൽ ഓരോ ഭാഗത്തെയും കുറിച്ച് നമുക്ക് പഠിക്കാം. So first part, the cell body or soma cyton. It contains cytoplasm with typical cell organelles and certain granular bodies called granules. അതായത് ഈ ഒരു സെൽ ബോഡി, അതായത് കോശ ശരീരത്തിൽ കോശദ്രവ്യം ഉണ്ട്, കോശാംഗമുണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു കോശദ്രവ്യത്തിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? ഒരു ടിപ്പിക്കൽ സെൽ ഓർഗനൽസ് കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഗ്രാനുലാർ ബോഡി ആയിട്ടുള്ള നിസിൽ ഗ്രാനുൾസും കാണപ്പെടുന്നുണ്ട്. Then dendrite, short fibers which branch repeatedly and project out of the cell body, also contain Nisils granules and are called dendrites. അതായത് നമ്മുടെ ഈ ഒരു സെൽ ബോഡിയിൽ നിന്നും പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ശാഖകളോട് കൂടിയിട്ടുള്ള ചെറിയൊരു ഗ്രാനുൾസ് അല്ലേ. ആ ഗ്രാനുൾസിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡെൻഡ്രൈറ്റുകൾ. അപ്പോൾ ഇവയിലും ഈ ഒരു നിസിൽ ഗ്രാനുൾസും കാണപ്പെടുന്നുണ്ട്. ഈ ഒരു ഡെൻഡ്രൈറ്റുകളുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അവ കോശ ശരീരത്തിലേക്ക്, ഈ ഒരു സെൽ ബോഡിയിലേക്ക് ആവേഗങ്ങളെ എത്തിക്കുന്നു എന്നുള്ളതാണ്. ദിസ് ഫൈബേഴ്സ് ട്രാൻസ്മിറ്റ് ഇമ്പൾസസ് ടുവാർഡ്സ് ദി സെൽ ബോഡി. The next part is axon. The axon is a long fiber, the distal end of which is branched. Axonites. അപ്പോൾ ആക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കോശ ശരീരത്തിൽ നിന്ന്, നമ്മുടെ സെൽ ബോഡിയിൽ നിന്നും പുറപ്പെടുന്ന നീളം കൂടിയ ഒരു ഫൈബറാണ് എന്ത്? ആക്സോൺ. അപ്പോൾ ഈ ഒരു ആക്സോണിൻ്റെ ഏറ്റവും അകലായിട്ട് ഡിസ്റ്റൽ എൻഡിൽ അതൊരു ബ്രാഞ്ചായിട്ട് മാറിയിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്നതാണ് ആക്സോണൈറ്റ്. Okay, each branch terminates as a bulb-like structure called synaptic knob. അപ്പോൾ ഓരോ ബ്രാഞ്ചും ടെർമിനേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേർപിരിഞ്ഞിട്ട് ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ അവിടെ കാണപ്പെടുന്നുണ്ട്. അതിന് വിളിക്കുന്ന പേരാണെന്ത്? സിനാപ്റ്റിക് നോബ്. ഓക്കെ, വിച്ച് പോസസ് സിനാപ്റ്റിക് വെസൈക്കിൾസ് കണ്ടെയ്നിങ് കെമിക്കൽസ് കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു സിനാപ്റ്റിക് നോബിൽ നിന്നാണ് ചില നാഡീയ പ്രേക്ഷകങ്ങളായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അത് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ, ഇതൊരു കെമിക്കലാണ്. അപ്പോൾ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? അസറ്റൈൽ കോളിൻ, ഡോപ്പമിൻ എക്സെട്ര. ഓക്കെ, ഏതൊക്കെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്? അസറ്റൈൽ കോളിൻ, ഡോപ്പമിൻ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടൈപ്സ് ഓഫ് ന്യൂറോൺസ്. അതായത് ആക്സോണുകളുടെയും ഡെൻഡ്രൈറ്റുകളുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കിയിട്ട് ന്യൂറോണുകളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് based on the number of axon and dendrites, the neurons are divided into 3 types. First, multipolar neuron. This type of neuron has 1 axon and 2 or more dendrites. അതായത് ഇത്തരത്തിലുള്ള ന്യൂറോണിന് ഒരു ആക്സോണും 2ഓ അതിലധികമോ ഡെൻഡ്രൈറ്റുകളും കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇവ കൂടുതലായിട്ടും കാണപ്പെടുന്നത് എവിടെയാണ്? സെറിബ്രൽ കോർട്ടെക്സ്. നമ്മുടെ ബ്രെയിനിലുള്ള സെറിബ്രൽ കോർട്ടെക്സിലാണ് മൾട്ടി പോളാർ ന്യൂറോൺസ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയാം. മൾട്ടിപോളാർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരൊറ്റ ആക്സോണും, ആ ഒരു ആക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നീളം കൂടിയ നാര് പോലെയുള്ള ഭാഗം, അതാണ് എന്ത്? ആക്സോൺ. അപ്പോൾ ഒരൊറ്റ ആക്സോണും പിന്നെ 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഡെൻഡ്രൈറ്റ്സുകളും കാണപ്പെടുന്നു. അപ്പോൾ മൾട്ടിപോളാർ ന്യൂറോൺ കാണപ്പെടുന്നത് എവിടെയാണ്?
സെറിബ്രൽ കോർട്ടെക്സിലാണ്. ദെൻ ബൈപോളാർ ന്യൂറോൺ. ദിസ് ടൈപ്പ് ഓഫ് ന്യൂറോൺ ഹാസ് 1 ആക്സോൺ ആൻഡ് 1 ഡെൻഡ്രൈറ്റ്. ഓക്കെ, അതായത് ഈ ഒരു ടൈപ്പിലുള്ള ന്യൂറോണിന് ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും മാത്രമാണ് കാണപ്പെടുന്നത്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ന്യൂറോൺസ് ആർ ഫൗണ്ട് ഇൻ ദി റെറ്റിന ഓഫ് ഐ. ഇപ്പോൾ ബൈപോളാർ ന്യൂറോൺ കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ ഐയിലുള്ള റെറ്റിനയിലാണ് ബൈപോളാർ ന്യൂറോൺ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ന്യൂറോണും അതിൻ്റെ സൈറ്റ് എവിടെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ദെൻ മൂന്നാമത്തത് യൂണിപോളാർ ന്യൂറോൺ. ദിസ് ടൈപ്പ് ഓഫ് ന്യൂറോൺ ഹാസ് സെൽ ബോഡി വിത്ത് 1 ആക്സോൺ ഓൺലി. അതായത് ഈ ഒരു സെൽ ബോഡിയിൽ നിന്നും പുറപ്പെടുന്ന ഒരു ആക്സോൺ മാത്രമുള്ളവയാണ്. അപ്പോൾ ഈ ഒരു ആക്സോൺ കാണപ്പെടുന്നത് എവിടെയാണ്? യൂഷ്വലി ഇൻ ദ എംബ്രിയോണിക് സ്റ്റേജ്. അതായത് ഭ്രൂണാവസ്ഥയിൽ മാത്രമാണ് യൂണിപോളാർ ന്യൂറോൺ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്പിലുള്ള ന്യൂറോൺസും പഠിച്ചു വെക്കുക. അത് എവിടെയാണെങ്കിൽ അതിൻ്റെ സൈറ്റ് എവിടെയാണ് എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് ടൈപ്പ് based on the presence of or absence of myelin sheath around axon. അതായത് മൈലിൻ ഷീത്ത് ആക്സോണുകൾ, മൈലിൻ ഷീത്ത് ഇല്ലാത്ത ആക്സോണുകൾ എന്നിങ്ങനെ ആക്സോണുകൾ 2 തരത്തിലുണ്ട്. അപ്പം ആ ഒരു ബേസിസിൽ ന്യൂറോണിനെ രണ്ടായിട്ട് that neuron is classified into myelinated and non-myelinated neuron. Okay, first one, myelinated neuron. Myelinated neuron എന്ന് പറഞ്ഞാൽ the myelinated nerve fibers are enveloped with Schwann cells which form a myelin sheath around the axon. അതായത് മൈലിൻ ഉള്ള നെർവ് ഫൈബേഴ്സുകളെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഷ്വാൻ കോശങ്ങൾ, ഷ്വാൻ സെൽസ് ആക്സോണിന് ചുറ്റും ഒരു മൈലിൻ ഷീത്തായിട്ട് രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ മൈലിൻ ഷീറ്റ് ഇവയ്ക്കിടയിൽ കാണപ്പെടുന്ന ആ ഒരു വിടവുകളെ പറയുന്ന പേരാണെന്ത്? നോട്ട്സ് ഓഫ് റൺവിയർ. ഓക്കെ, ദ ഗ്യാപ്സ് ബിറ്റ്വീൻ 2 adjacent myelin sheaths are called nodes of Ranvier. Myelinated nerve fibers are found in spinal cord and cranial nerves. അപ്പോൾ മൈലിനേറ്റഡ് ന്യൂറോൺസ് കാണപ്പെടുന്നത് എവിടെയാണ്? സ്പൈനൽ കോഡിലാണ്. ഓക്കെ, നമ്മുടെ സുഷുമ്ന നാഡികളിലും അതുപോലെ തന്നെ ക്രേനിയൽ നെർവ്സിലുമാണ്, അതായത് മസ്തിഷ്ക നാഡികളിലുമാണ് ഈ ഒരു മൈലിനേറ്റഡ് ന്യൂറോൺസ് കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ നോൺ മൈലിനേറ്റഡ് ന്യൂറോൺ. ദ നോൺ മൈലിനേറ്റഡ് നെർവ് ഫൈബർ ഈസ് എൻക്ലോസ്ഡ് ബൈ എ ഷ്വാൻ സെൽ ദാറ്റ് ഡസ് നോട്ട് ഫോം എ മൈലിൻ ഷീറ്റ് അറൗണ്ട് ദി ആക്സോൺ. അതായത് ഇവിടെ എന്ത് കവർ ചെയ്തിരുന്നില്ല? നെർവ് ഫൈബറിനെ ഷ്വാൻ സെല്ല് കവർ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ മൈലിൻ ഷീറ്റ് ഫോം ചെയ്യുന്നില്ല. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ന്യൂറോൺ ഈസ് കോമൺലി ഫൗണ്ട് ഇൻ ഓട്ടോണോമസ് ആൻഡ് സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റം. ഓട്ടോണോമസ് ന്യൂറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്ര നാഡീവ്യവസ്ഥയിലും അതുപോലെ തന്നെ സൊമാറ്റിക് ന്യൂറൽ സിസ്റ്റത്തിലുമാണ് ഇത്തരത്തിലുള്ള മൈലിൻ ഷീറ്റ്, അതായത് നോൺ മൈലിനേറ്റഡ് ന്യൂറോൺസ് കാണപ്പെടുന്നത്. Okay, അപ്പോൾ based on the presence or absence of myelin sheath around the axon, neurons are classified into myelinated and non-myelinated neurons. Myelinated neurons is found in spinal cord and cranial nerves. Otherwise, non-myelinated neurons found in autonomous and somatic neural system. The next topic is transmission of impulse. അതായത് ആവേഗങ്ങളുടെ പ്രേഷണം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കാണപ്പെടുന്നത് അല്ലേ? സിനാപ്റ്റിക് നോബിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള അസറ്റൈൽ കോളിൻ അതുപോലെ തന്നെ ഡോപ്പമിൻ എന്നിവയൊക്കെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനാപ്സ് എന്ന് പറഞ്ഞാൽ സിനാപ്സുകൾ എന്നറിയപ്പെടുന്ന ആ ഒരു ജോയിൻറ്റിലൂടെ നാഡീയ ആവേഗങ്ങൾ, അതായത് ആ ഒരു ഇമ്പൾസുകൾ, ന്യൂറോൺ ഇമ്പൾസുകൾ ഒരു നാഡീകോശത്തിൽ നിന്നും ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊരു ന്യൂറോണിലേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പ്രീ സിനാപ്റ്റിക് നാഡീകോശത്തിൻ്റെയും പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെയും സിനാപ്റ്റിക് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെയും സ്ഥലങ്ങൾ ചേരുന്ന ഭാഗത്താണ് എന്ത് കാണപ്പെടുന്നത്? സിനാപ്സ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു
മെംബ്രെയിനുകൾക്കിടയിൽ, സ്ഥലങ്ങൾക്കിടയിൽ ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് നിറഞ്ഞ ആ ഒരു ക്ലഫ്റ്റിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് ക്ലഫ്റ്റ്. എ സിനാപ്സ് ഈസ് എ ജംഗ്ഷൻ ഫോർമഡ് ബൈ ദി മെംബ്രെയിൻസ് ഓഫ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ ആൻഡ് എ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ വിച്ച് മേ ഓർ മേ നോട്ട് be separated by a gap called synaptic cleft. There are two types of synapses, namely electrical synapse and chemical synapse. രണ്ട് തരം സിനാപ്സുകളുണ്ട്, ഒന്ന് ഇലക്ട്രിക്കൽ സിനാപ്സുകൾ ആൻഡ് കെമിക്കൽ സിനാപ്സുകൾ. ഓക്കെ, അപ്പോൾ എന്താണ് സിനാപ്സ് എന്നുള്ളത് മനസ്സിലായല്ലോ. പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെയും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെയും ഇടയിൽ, ആ ഒരു മെംബ്രെയിനുകൾക്ക് ഇടയിൽ ഒരു ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. ആ ജംഗ്ഷനെയാണ് എന്ത് വിളിക്കുന്നത്? സിനാപ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള സിനാപ്സുകളുണ്ട്, ഇലക്ട്രിക്കൽ സിനാപ്സ് ആൻഡ് കെമിക്കൽ സിനാപ്സ്. Electrical synapses. എന്താണ് ഇലക്ട്രിക്കൽ സിനാപ്സസ്? Here the membranes of pre and post synaptic neurons are very close proximity. അപ്പോൾ രണ്ട് തരത്തിലുള്ള സിനാപ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഇലക്ട്രിക്കൽ സിനാപ്സ് ആൻഡ് കെമിക്കൽ സിനാപ്സ്. അപ്പോൾ ഇലക്ട്രിക്കൽ സിനാപ്സുകളിൽ ഈ ഒരു പ്രീ സിനാപ്റ്റിക് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് അവരുടെ ആ ഒരു മെംബ്രെയിൻസ് വളരെ ചേർന്നാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രിക്കൽ കറന്റ് ക്യാൻ ഫ്ലോ ഡയറക്ട്ലി ഫ്രം വൺ ന്യൂറോൺ ഇൻ ടു ദി അതർ അക്രോസ് ദീസ് സിനാപ്സസ്. ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ്, ഒരു ഇലക്ട്രിക്കൽ കറന്റ് ഒരു ന്യൂറോണിൽ നിന്നും മറ്റൊന്നിലേക്ക് ഈ സിനാപ്സുകളിലൂടെ നേരിട്ട് പ്രവഹിക്കുന്നുണ്ട്. അതിനാൽ ആ ഒരു ഇലക്ട്രിക്കൽ സിനാപ്സുകളിൽ കൂടിയുള്ള ഇമ്പൾസുകളുടെ ആ ഒരു ട്രാൻസ്മിഷൻ ഒരൊറ്റ ആക്സോണുകളിലൂടെയുള്ള നാഡീയ പ്രേക്ഷത്തിന് സമാനമാണ് എന്ന് പറയാം. ഓക്കെ, ദ ട്രാൻസ്മിഷൻ ഓഫ് ആൻ ഇമ്പൾസ് അക്രോസ് ഇലക്ട്രിക്കൽ സിനാപ്സ് ഈസ് വെരി സിമിലർ ടു ഇമ്പൾസ് കണ്ടക്ഷൻ അലോങ് എ സിംഗിൾ ആക്സോൺ. Impulse transmission across an electrical synapse is always faster than that across a chemical synapse. ഒരു ഇലക്ട്രിക്കൽ സിനാപ്സുകളിലൂടെയുള്ള ഒരു ഇമ്പൾസിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കെമിക്കൽ സിനാപ്സുകളിലൂടെയുള്ളതിനേക്കാൾ വളരെ വേഗത്തിലാണ് നടക്കുന്നത്. ഇലക്ട്രിക്കൽ സിനാപ്സ് ആർ റയർ ഇൻ അവർ സിസ്റ്റം. അതായത് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ഇലക്ട്രിക്കൽ സിനാപ്സുകൾ വളരെ അപൂർവമായിട്ടാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ്, കെമിക്കൽ സിനാപ്സ്. The membranes of a pre and post synaptic neurons are separated by a fluid filled space called synaptic cleft. അപ്പോൾ ഒരു കെമിക്കൽ സിനാപ്സിൽ ആ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺസുകൾ അവയുടെ സ്ഥലങ്ങൾ ദ്രാവകം നിറഞ്ഞ ഒരു സിനാപ്റ്റിക് ക്ലെഫ്റ്റ് സ്പേസ് വഴി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. കെമിക്കൽസ് കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദി ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് അറ്റ് ദീസ് സിനാപ്സസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ്? അസറ്റൈൽ കോളിൻ ആൻഡ് ഡോപ്പമിൻ എന്നൊക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നറിയപ്പെടുന്ന രാസവസ്തുക്കളുടെ സഹായത്താലാണ് ഈ ഒരു സിനാപ്സുകളിലൂടെയുള്ള ഇത്തരത്തിലുള്ള ഈ കെമിക്കൽ സിനാപ്സുകളിലൂടെയുള്ള ഇമ്പൾസുകളൊക്കെ കടന്നു പോകുന്നത്. ദ ആക്സോൺ ടെർമിനൽസ് കണ്ടെയ്ൻസ് സിനാപ്റ്റിക് വെസൈക്കിൾ. ഇറ്റ് ഈസ് ഫില്ലഡ് വിത്ത് ദീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതായത് ആക്സോണുകളുടെ ആ ഒരു അഗ്രഭാഗത്ത് കാണപ്പെടുന്ന വെസൈക്കിൾ നാഡീയ പ്രേക്ഷകങ്ങൾ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നിറഞ്ഞിട്ടുണ്ട്. When an impulse arrives at the axon terminal, it stimulates the movement of the synaptic vesicles towards the membrane where they fuse with the plasma membrane and release their neurotransmitters into the synaptic cleft. അപ്പോൾ ഒരു ഇമ്പൾസ്, ഒരു ആവേഗം ഈ ഒരു ആക്സോൺ ടെർമിനലിൽ എത്തുമ്പോൾ, അതായത് ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ, അവിടെ ഒരു പ്രവർത്തന ശേഷി രൂപപ്പെടുമ്പോൾ ആ ഒരു ഇമ്പൾസ് ആക്സോണിൻ്റെ അഗ്രഭാഗത്ത് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ സിനാപ്റ്റിക് വെസൈക്കിൾ ആ ഒരു മെംബ്രെയിനിൻ്റെ അടുത്തേക്ക് നീങ്ങുകയും പിന്നെ ആ ഒരു പ്ലാസ്മ ആ ഒരു മെംബ്രെയിനോട് കൂടിച്ചേരുകയും പിന്നെ ഈ ഒരു സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. The released neurotransmitters bind to their specific receptors present on the postsynaptic membrane.
ഓക്കെ, അപ്പോൾ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എങ്ങോട്ടാണ് പോകുന്നത്? സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്കാണ് റിലീസ് ചെയ്യുന്നത് അല്ലേ. ഇങ്ങനെ റിലീസ് ചെയ്യപ്പെട്ട ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ സിനാപ്റ്റിക്, അതായത് സിനാപ്റ്റിക്കിൻ്റെ ഉള്ളിലുള്ള ഒരു സിനാപ്റ്റിക്കിൻ്റെ ഉള്ളിലെ ന്യൂറോണിൻ്റെ ആ ഒരു മെംബ്രെയിനിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക റിസപ്റ്റേഴ്സുമായിട്ട് അവിടെ ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, ദ ബൈൻഡിങ് ഓപ്പൺസ് അയോൺ ചാനൽ allowing the entry of ions which can generate a new potential in the post synaptic neuron. അപ്പോൾ ഈ ഒരു റെസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യപ്പെടുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ബൈൻഡിങ്ങിൻ്റെ ഫലമായിട്ട് ഈ ഒരു പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ, ആ ഒരു പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൽ നിന്ന് പുതിയ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കാൻ പാകത്തിൽ അയോണുകളെ കടത്തിവിടുന്നതിനായി അയോൺ പാത്വേ, ഒരു അയോണിൻ്റെ ഒരു പാത്വേ അവിടെ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ പുതുതായി ഉണ്ടാകുന്ന ആ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഒരു എക്സൈറ്ററി സ്വഭാവമുള്ളതോ അല്ലെങ്കിൽ ഒരു ഇൻഹിബിറ്ററി സ്വഭാവമുള്ളതോ ആകാം. ഓക്കെ, ദ ന്യൂ പൊട്ടൻഷ്യൽ ഡെവലപ്ഡ് മേ ബി എയ്തർ എക്സൈറ്ററി ഓർ ഇൻഹിബിറ്ററി. അപ്പോൾ ഇതാണ് കെമിക്കൽ സിനാപ്സിൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ നമ്മൾ 2 തരം സിനാപ്സുകൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഇലക്ട്രിക്കൽ സിനാപ്സ് ആൻഡ് കെമിക്കൽ സിനാപ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത്. സോ നമുക്ക് ഇനി അടുത്ത ഭാഗം, ഈ ഒരു ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്ക് ഇനി നമുക്ക് അടുത്ത പാർട്ടുകളായിട്ട് പഠിക്കാം. സോ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.